നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം വാരഫലമാകുന്നു. വാരഫലത്തിൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ 2025 നവംബർ 1 മുതൽ നവംബർ 8 വരെയുള്ള ശുഭാശുഭ ഫലങ്ങൾ, അതായത് 1201 തുലാമാസം 15 മുതൽ 21 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ. ഇവിടെ നമുക്ക് ആദ്യമായി 1 തീയതിയത്തെ ഗ്രഹസ്ഥിതി ആദ്യം ചർച്ച ചെയ്യാം. ഇവിടെ മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല, ഇടവൻ രാശിയിലും ഗ്രഹങ്ങളില്ല, മിഥുനൻ രാശിയിലും ഗ്രഹങ്ങളില്ല. 4-ാം ഭാവത്തിൽ കർക്കിടകത്തിൽ വ്യാഴം, 5-ൽ കേതു, 6-ാം ഭാവത്തിൽ ശുക്രൻ നീചസ്ഥനായുണ്ട്, 7-ാം ഭാവത്തിൽ ആദിത്യൻ നീചസ്ഥനായുണ്ട്, അഷ്ടമത്തിൽ ചൊവ്വയും ബുധനുമുണ്ട്. വൃശ്ചികത്തിലാണ്, അഷ്ടമെന്താൽ വൃശ്ചികത്തിൽ. കുംഭൻ രാശിയിൽ ചന്ദ്രനും രാഹുവുമുണ്ട്, മീനൻ രാശിയിൽ ശനിയുമുണ്ട്. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി, 1 തീയതിയത്തെ ഗ്രഹസ്ഥിതി. അവിടെ സൂര്യൻ ഏതായാലും നീചസ്ഥിതിയാണ്, ശുക്രനാണെങ്കിൽ നീചസ്ഥിതനാണ്. പക്ഷേ നാം ചർച്ച ചെയ്യുന്നത് 1 തീയതിയത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. 2-ാം തീയതി ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ വരുന്നതിനൊരു വലിയ പ്രത്യേകതയുണ്ട് ഈ ഒരു വാരം. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, വാരഫലം ശ്രദ്ധിക്കുക. നമുക്ക് മേടൻ രാശി മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക അത്തം, ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2-കാൽ നക്ഷത്ര സമൂഹം. രാശിയിൽ നിൽക്കുന്ന ഗ്രഹം ശുക്രനാണ്. 2-ൽ ആദിത്യൻ, 3-ാം ഭാവത്തിൽ ചൊവ്വ, ബുധൻ, 6-ാം ഭാവത്തിൽ ചന്ദ്രൻ, കേതു, 7-ാം ഭാവത്തിൽ ശനി, 11-ാം ഭാവത്തിൽ വ്യാഴം, 12-ാം ഭാവത്തിൽ കേതു. 6-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് അത്ര നല്ലതല്ല അമ്മയുടെ ആരോഗ്യത്തിന്. പലപ്പോഴും അമ്മയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബത്തിലുണ്ടാകാം. പുത്തൻ വീടിൻ്റെ ചിന്തകളാകാം, ഭൂമി വാങ്ങാം. വിവാഹത്തിന് അനുകൂലമായ വാരമാണ്. വിവാഹ തീരുമാനങ്ങൾ മുന്നിട്ടിറങ്ങിയാൽ മതി. നിശ്ചയം, പെണ്ണ് കാണൽ, വരനെ ചെക്കനെ കാണൽ തുടങ്ങിയ കർമ്മങ്ങൾക്കൊക്കെ വാരം വളരെ അനുകൂലമാണ്. പലപ്പോഴും പ്രയാസപ്പെട്ടാണ് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പുതുമോടിയിൽ നടക്കാൻ വളരെ നല്ലതാണ്. 2-ൽ ആദിത്യൻ സാമ്പത്തിക വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അനാവശ്യമായി ധനനഷ്ടങ്ങളുണ്ടാകും. ഭൂരിദ്രവ്യോ നിബഹൃതധനി ഭക്തരോഗി ദ്വിതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2-ൽ ആദിത്യൻ വരുമ്പോൾ ധാരാളം കാശുണ്ടാകും. പലപ്പോഴും എന്തു ചെയ്യും, മുഖത്ത് രോഗങ്ങൾ വരാം. കണ്ണുകളിൽ വളരെ ശ്രദ്ധിക്കണം. പൂർവികമായ സ്വത്തൊക്കെ നഷ്ടപ്പെടുന്ന സമയമാണ്. അനാവശ്യമായ വിവാദങ്ങൾ വാക്കുകൊണ്ടൊന്നും ഉണ്ടാക്കാൻ പാടില്ല. കർമാധിപനായ ബുധൻ വളരെ ശക്തനാണ്, 3-ൽ പ്രബലനാണ്. അതിനാൽ പലപ്പോഴും പല വ്യാപാരികളുടെ നല്ല സൗഹൃദങ്ങൾ, അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുക. അവിടെ ധനപരമായ വിഷയം ചിന്തിക്കേണ്ട, അത് ഭാവിയിൽ മതി. കീപ് പൊസിഷനിൽ എത്തിപ്പെടുക, അവരുടെ കൂടെ ചേർന്ന് പല നല്ല കാര്യങ്ങളും പ്ലാൻ ചെയ്യുക, വിനയാന്യതനായി വർത്തിക്കുക. അതിൻ്റെ ഗുണപരമായ ഫലം ഭാവിയിൽ നന്നായി ലഭിക്കും കന്നിരാശിക്കാർക്ക്. അത്രയും പ്രബലനാണ് 3-ൽ ബുധൻ വരുമ്പോൾ. അത് ചൊവ്വയും ബുധനും കൂടി ഒന്നിച്ച് യോഗമാണ്. പല കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്യുവാനും അതിനുവേണ്ടി ശ്രമിക്കുവാനും പല വിദേശയാത്രകൾക്കും അനുകൂലമാണ്. യാത്രാപതിയായ വ്യാഴം ഉച്ചസ്ഥനാണ്. അപ്രകാരം തന്നെ ഞാൻ പറഞ്ഞു, ഭൂമി സംബന്ധമായ വിഷയങ്ങളിൽ വളരെ അനുകൂലമാണ്. കന്നിരാശി സ്വതവേ ദേശം വിട്ട് ദൂരത്ത് സഞ്ചരിക്കുന്നവരാണ്, അന്യദേശത്ത് സെറ്റിൽഡ് ആവുന്നവരാണ്. അവർക്കൊക്കെ ഈ ഒരു വാരം അനുകൂലമാണ്. അതിന് ശ്രമിക്കട്ടെ. അത്ര ശക്തനാണ്. 11-ൽ വ്യാഴമുണ്ട്. ഞാൻ സൂചിപ്പിച്ചു, ശത്രു ധാരാളം വരും. ഈ ഒരു വാരം ശത്രുമുട്ടി ചെയ്തേ മതിയാവുകയുള്ളൂ. കർമ്മമുട്ടി ചെയ്യുക, എന്നിട്ട് ശത്രുദോഷം മാറ്റണം, കർമ്മത്തിലുള്ള തടസ്സങ്ങൾ മാറ്റണം. ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ കന്നിരാശിക്കാർക്ക് ഈ ഒരു വാരം ഒരു സുസ്ഥിരമായ വരവും ഗുണവും ഒക്കെ പ്രദാനം ചെയ്യപ്പെടുന്ന സമയമാണ്. നവംബർ 2 ശുക്രൻ തുലാൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് വളരെയധികം നന്മയെ പ്രദാനം ചെയ്യും കന്നിരാശിക്കാർക്ക്. നന്ദി, നമസ്കാരം.